भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिन्निति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत्. സോ ഇപ്പൊ നമ്മള് ചൈതന്യ ചരിതാമൃതത്തില് 4th ചാപ്റ്ററില് 166 സോ ഇതുവരെ നമ്മള് കണ്ടത് ചൈതന്യ മഹാപ്രഭുവിന്റെ അപ്പിയറൻസ് കോൺഫിഡൻഷ്യൽ റീസൺസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. സോ മഹാപ്രഭുവിന്റെ അപ്പിയറൻസിന് 2 കാരണങ്ങളുണ്ട്, ബാഹ്യമായിട്ടുള്ള കാരണങ്ങളും എക്സ്റ്റേണൽ റീസൺസും ഇന്റേണൽ റീസൺസ് 2 ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ വായിക്കുന്നത് ഇന്റേണൽ റീസൺസ് ആണ്. എക്സ്റ്റേണൽ റീസൺസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെല്ലാമായിരുന്നു എക്സ്റ്റേണൽ റീസൺസ്? ചൈതന്യ മഹാപ്രഭുവിന്റെ അവതരിക്കാനുള്ള എക്സ്റ്റേണൽ റീസൺസ് വന്നിട്ട് ഓർമ്മയുണ്ടോ? കൃഷ്ണ കോൺഫിഡൻഷ്യൽ റീസൺസ് ഉണ്ട്, ബാഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ അത് വന്നിട്ട് 3 എണ്ണം പറയുന്നു. ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും യുഗധർമ്മം നാമസങ്കീർത്തനം പ്രചരിപ്പിച്ച് എല്ലാവർക്കും ഹരിനാമം എല്ലാവർക്കും കൊടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ വ്രജപ്രേമം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് സെക്കൻഡ് റീസൺ ആയിരുന്നു. പിന്നെ തേർഡ് വൺ വന്നിട്ട് അദ്വൈത ആചാര്യന്റെ ആഗ്രഹങ്ങൾ വന്നിട്ട് പൂർത്തി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മഹാപ്രഭു അവതരിച്ചതെന്ന് എക്സ്റ്റേണൽ റീസൺസ്, ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ. ഇപ്പൊ നമ്മള് ഇന്റേണൽ കോൺഫിഡൻഷ്യൽ റീസൺസ് എന്തെല്ലാമാണെന്ന് നമ്മളിപ്പോ വായിക്കുന്നുണ്ട്. ഇന്റേണൽ റീസൺസ് ഇതെല്ലാം എന്താ പറയാ, highly elevated topics, but only as a service and for one's own purification നമ്മൾ ഇത് വായിക്കുകയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ വായിച്ചത് 166 മുതൽ ഇന്ന് വായിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. 166 ഇപ്പോ ബാഹ്യമായിട്ട് 3 കാരണങ്ങൾ കണ്ട പോലെ തന്നെ ഇന്റേണൽ റീസൺസും 3 റീസൺസ് ഉണ്ട്. കോൺഫിഡൻഷ്യൽ റീസൺസ്, ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ടാണ് അവതരിക്കാനുള്ള കാരണങ്ങൾ, 3 കാരണങ്ങൾ. അപ്പോ ഒന്ന് വന്നിട്ട് കൃഷ്ണന്റെ ആദ്യത്തെ ഡിസയർ എന്തുവായിരുന്നു? ആദ്യ ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് രാധാറാണീസ് ലവ്. രാധാറാണിയുടെ സ്നേഹത്തിന്റെ ആ പ്രേമത്തിന്റെ ഗ്രേറ്റ്നെസ് എന്താണ്, അത് എന്താണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ശ്രീരാധായ പ്രണയ മഹിമ. അപ്പൊ
രാധാറാണിയുടെ ആ ഗ്രേറ്റ്നെസ് എന്താണ്. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് എല്ലാ കാരണം ഭഗവാനാണ്. ഭഗവാന്റെ അടുത്ത് നിന്നാണ് എല്ലാം വരുന്നത്. എല്ലാ രസങ്ങളും ഫുൾ ആൻഡ് ഫുള്ളി എൻജോയ് ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പക്ഷെ രാധാറാണിയുടെ സ്നേഹം എന്താണെന്നുള്ളത് ഭഗവാൻ കൃഷ്ണനെ വന്നിട്ട് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. വാട്ട് ഇസ് ഷീ എൻജോയിങ്, അത് എന്താണത്. അപ്പൊ രാധാറാണിയുടെ ലവ് നോക്കുമ്പോ രാധാറാണിയുടെ ആ സ്നേഹം വന്നിട്ട് വളരെ പെക്യൂലറ്, വളരെ സ്പെഷ്യൽ ആയിട്ടുണ്ട്, വളരെ പെക്യൂലറ്. പിന്നെ ആ സേവയില് ടിഞ്ച് പ്രൈഡ് പോലും ഇല്ല, ഒരു അല്പം ഇത്തിരി പോലും പ്രൈഡേ ഇല്ല, അതിന് തീരെ പ്രൈഡേ ഇല്ല. സോ ക്ലീൻ, അത്ര ഒരു ക്ലീൻ, വളരെ പ്യോർ ആയിട്ടുള്ള ആ ഒരു സ്നേഹമായിരുന്നു. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് ഭയങ്കര അവിടെ ക്യൂരിയസ് ആവുന്നു. അപ്പൊ രാധാറാണിയുടെ സ്നേഹം എങ്ങനെ ഇത്ര ഒരു എന്താ പറയാ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രൈഡ് ഇല്ലാതെ ഇത്ര ഒരു സ്നേഹം, സ്വാർത്ഥത എന്നൊന്നും ഇല്ലാതെ സ്നേഹം, അത് എന്താണ് അതെന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ട് വളരെ ക്യൂരിയസ് ആയപ്പോ അപ്പൊ ഭഗവാൻ എന്ന് വെച്ചാല് ഇപ്പൊ എല്ലാത്തിനും അനുഭവിക്കുന്നത് ഞാനാണ്, പക്ഷെ രാധാറാണി എന്താ എൻജോയ് ചെയ്യുന്നത് എന്ന് അതെനിക്കറിയത്തില്ല. സോ എന്നെ സേവിക്കുന്നത് കൊണ്ട് രാധാറാണിക്ക് 10 million times മോർ രസം കിട്ടുന്നുണ്ട്. അത് എന്താണത്? അപ്പൊ അതിന് എക്സാമ്പിൾസ് എന്താ പറയണേ, ഒരു ഷുഗറിന് വന്നിട്ട് താൻ സ്വീറ്റ് ആണെന്ന് ഷുഗറിന് വന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഷുഗർ എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് അത് രസഗുള ആവാം, ഇല്ല റസ്മലായി ആവാം. അതിന് വന്നിട്ട് തന്റെ സ്വീറ്റ്നെസ് എന്താണെന്ന് അതിനറിയില്ല. പക്ഷെ അതിനെ വന്ന് കഴിക്കുന്നവർക്ക് ആ റസ്മലായി വാവ് അമേസിങ്, രസഗുള അമേസിങ്, ആ സ്വീറ്റ്നെസ് വന്നിട്ട് കഴിക്കുന്നവർക്ക് ആ രസഗുള സ്വീറ്റ് ആണ്, പക്ഷെ അതിന്റെ സ്വീറ്റ്നെസ് എന്താണെന്ന് അത് സ്വയം മനസ്സിലാക്കാൻ പറ്റില്ല. അത് കഴിക്കുന്നവർക്ക് തന്നെ അതിന്റെ രസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അപ്പൊ കൃഷ്ണൻ വന്നിട്ട് ഭയങ്കര ക്യൂരിയസ് ആണ്, എന്താണ് അത് വാട്ട് ഈസ് ദാറ്റ് രാധാറാണീസ് ലവ്, എനിക്കത് മനസ്സിലാക്കണം. അപ്പൊ അൺലെസ് ഐ ബിക്കം രാധാറാണി, രാധയായിട്ട് ഞാൻ മാറിയാൽ അല്ലാതെ എനിക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഐ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് രാധാറാണീസ് ലവ്. രാധാറാണിയുടെ ആ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാകണം. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് റീസൺ. ആദ്യത്തെ റീസൺ അതായിരുന്നു, കൃഷ്ണന്റെ ആദ്യത്തെ ആഗ്രഹം അതായിരുന്നു. സോ രാധാറാണിയുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ വന്നിട്ട് ലോർഡ് ചൈതന്യ മഹാപ്രഭുവായിട്ട് രണ്ടാമത്തെ ആഗ്രഹം, കൃഷ്ണന്റെ രണ്ടാമത്തെ കോൺഫിഡൻഷ്യൽ റീസൺ, അത് വന്നിട്ട് നമുക്ക് കാണുമ്പോ കൃഷ്ണന്റെ വന്നിട്ട് ടു ടേസ്റ്റ് വൺസ് ഓൺ സ്വീറ്റ്നെസ്, ഇത് നേരത്തെ പറഞ്ഞതിന്റെ കൂടെ കണക്ഷൻ ആയിട്ട് വരും. മതീയ അത്ഭുത മധുരിമ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രസഗുല്ലയ്ക്ക് വന്നിട്ട് ആ രസഗുല്ലയുടെ സ്വീറ്റ്നെസ് എന്താണ് സ്വയം അറിയില്ല, അത് അനുഭവിക്കുന്ന ആൾക്കാർ, അത് കഴിക്കുന്ന ആൾക്കാർക്കേ അത് അറിയുള്ളൂ. അതുപോലെ അപ്പൊ വന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് വെച്ചാല് രസഗുല്ല വിചാരിക്കുന്നത് ഞാൻ ഒരു പേഴ്സൺ ആവണം, ഒരു മനുഷ്യനാവണം, ഒരു പേഴ്സൺ ആയിട്ട് ഞാൻ ഇത് വന്ന് എൻജോയ് ചെയ്താല് എനിക്കിത് മനസ്സിലാവുള്ളൂ, എന്റെ അടുത്ത് എന്താ സ്വീറ്റ് ഉള്ളത്, എന്താ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇത്രയും ആഗ്രഹിച്ച് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് വിചാരിക്കുന്ന പോലെ. അതുപോലെയായിരുന്നു ശ്രീകൃഷ്ണൻ വിചാരിക്കുന്നത്. ഒരു പേഴ്സൺ വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ചാല് ആ ആള് വന്നിട്ട് സ്വന്തം ബ്യൂട്ടി വന്നിട്ട് കാണാൻ പറ്റില്ല, സ്വന്തം കണ്ണിനെയോ സൗന്ദര്യത്തിനെയോ മുഖത്തിനെയോ വന്നിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാല് സ്വന്തം സൗന്ദര്യം കാണണമെങ്കിൽ തന്റെ മുമ്പിൽ ഒരു ദർപ്പൺ വേണം, ഒരു കണ്ണാടി വേണം. അതുപോലെയായിരുന്നു ശ്രീമതി രാധാറാണിയുടെ ഒരു സ്നേഹം. സോ കൃഷ്ണൻ വന്നിട്ട് രാധാറാണി എന്ന് പറയുന്ന ആ കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുമ്പോ ദെൻ രാധാറാണിയുടെ എന്ന് പറയുന്ന കണ്ണാടിയുടെ മുമ്പ് വന്നിട്ട് കൃഷ്ണൻ വന്നിട്ട് എത്ര സ്വീറ്റ് ആണെന്ന് കൃഷ്ണനെ വന്ന് മനസ്സിലാക്കാൻ പറ്റും. ഷി വാസ് സോ രാധാറാണി വാസ് ലൈക്ക് എ മിറർ ഇൻ ഫ്രണ്ട് ഓഫ് കൃഷ്ണ. അതാണ് അപ്പൊ കൃഷ്ണന്റെ അപ്പൊ എന്താ വെച്ചാല് കൃഷ്ണ ബ്യൂട്ടി വന്നിട്ട് அந்த ഒരു ബ്യൂട്ടി, കൃഷ്ണന്റെ മധുരിമ, അവിടെ മാധുര്യം വന്നിട്ട് അത്ര ഒരു സൗന്ദര്യം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം അത് വന്നിട്ട് ശാസ്ത്രം പറയുന്നു, കൃഷ്ണ മാധുര്യ ഏക സ്വാഭാവിക ബല കൃഷ്ണാദി നര നാരി കരയ ചഞ്ചല. കൃഷ്ണന്റെ ബ്യൂട്ടി സൗന്ദര്യം വന്നിട്ട്
എല്ലാവരെയും വശീകരിക്കും. അത് സ്ത്രീകളെ മാത്രമല്ല, ഗോപികളെ മാത്രമല്ല, ഈവൻ പുരുഷന്മാരെയും, ബോത്ത് മെൻ ആൻഡ് വിമൻ, ദേ ബോത്ത് ബിക്കം അട്രാക്റ്റഡ് ടു കൃഷ്ണാസ് ബ്യൂട്ടീസ്. അപ്പൊ എല്ലാരെയും ഒരു ചഞ്ചലപ്പെടുത്തുന്നതാണ് അത്. അപ്പൊ അതിന് എക്സാമ്പിൾ ഇവിടെ എന്താ പറയണെന്ന് വെച്ചാല്, ഭഗവാൻ രാമചന്ദ്രൻ വന്നിട്ട് കാരണ്യ വനത്തിൽ വന്നിട്ട് പൊക്കോണ്ടിരിക്കുമ്പോ അവിടെ ഉള്ള ഋഷിവര്യന്മാരെല്ലാം ശ്രീ രാമചന്ദ്രന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് അവർക്ക് എല്ലാവർക്കും വന്നിട്ട് ഭഗവാനെ സേവിക്കണം. അപ്പൊ എങ്ങനെ അത് പറ്റും? ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെ അപ്പൊ ശ്രീ രാമചന്ദ്രമൂർത്തി പറഞ്ഞു, എല്ലാവർക്കും ശ്രീരാമന്റെ കൂടെ ഇരുന്ന് സേവിക്കണം, രാമനെ കൂടെ. രാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി വിവാഹിതനാണ്, ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും പുരുഷനുമാണ്, ഋഷികളെല്ലാം പുരുഷനുമാണ്. അപ്പൊ ഈ ജന്മത്തില് നിങ്ങൾക്ക് എന്നെ അങ്ങനെ സേവിക്കാൻ പറ്റില്ല. അടുത്ത അവതാരത്തില് ഞാൻ കൃഷ്ണനായിട്ട് വരുമ്പോ എന്നെ വന്നിട്ട് സേവ ചെയ്യാൻ പറ്റും എന്ന് രാമചന്ദ്രമൂർത്തി വന്നിട്ട് പറയുന്നു. സോ ദാറ്റ് ബ്യൂട്ടി ഈസ്, സി മെൻ ആർ അട്രാക്റ്റഡ് ടു മെൻ പറഞ്ഞ ഇറ്റ് ഇസ് നോട്ട് യുനോ അത്ര ഒരു സ്പിരിച്വൽ ബ്യൂട്ടിയാ. അവിടെ വന്ന് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വിഷയമേ അവിടെ ഇല്ല. 100% സ്പിരിച്വൽ ബ്യൂട്ടിയാണത്. സോ നോട്ട് ഓൺലി വിമൻ, ഭഗവാനെ കാണുമ്പോ പെണ്ണുങ്ങൾ മാത്രമല്ല, ഗോപികൾ മാത്രമല്ല, എല്ലാരും ഈവൻ പുരുഷന്മാരും ഭഗവാന്റെ ബ്യൂട്ടിയിൽ വന്നിട്ട് ഭയങ്കര അട്രാക്ട് ആവും. അപ്പൊ എല്ലാരും അട്രാക്ട് ആവുമ്പോ, ബിക്കോസ് എന്താണ്, ഭഗവാൻ ഒരേ പുരുഷൻ ഭഗവാൻ മാത്രമാണ്. കൃഷ്ണൻ ഒരു ആൾ മാത്രമേ ഉള്ളൂ എൻജോയർ, പരമപുരുഷൻ ഭഗവാൻ മാത്രമാണ്. ബാക്കി എല്ലാവരും വന്നിട്ട് പ്രകൃതിയാണ്, ഭഗവാനാൽ അനുഭവിക്കപ്പെടേണ്ടവരാണ് ബാക്കി എല്ലാവരും. ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഭാഗം ഇതായിരുന്നു, ആദ്യത്തെ 2 ഭാഗം. ഇപ്പൊ നമ്മൾ വായിക്കുന്നത് വന്നിട്ട് രാധാറാണിയുടെ 3ാമത്തെ ഡിസയർ. രാധാറാണി അങ്ങനെ രാധാറാണി എന്നെ സേവിക്കുമ്പോ രാധാറാണിക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്? വാട്ട് ഈസ് ദ ഹാപ്പിനെസ് ദാറ്റ് രാധാറാണി ഈസ് ഡിറൈവിങ്? എന്നെ സേവിക്കുമ്പോ രാധയ്ക്ക് കിട്ടുന്ന സന്തോഷം എന്താണ് ഇന്ന്? അതും കൂടെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് എന്താ പറയാ, അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അത് വന്നിട്ട് നമുക്ക് ഇവിടെ കാണാം. ക്യാരക്ടറിസ്റ്റിക്സ് 160. ಅತ್ಯಂತ ನಿಗೂಢ ರಸೇರ ಸಿದ್ಧಾಂತ ಸ್ವರೂಪ ಗೋಸಾನಿ ಮಾತ್ರ ಜಾನೆ ನ ಏಕಾಂತ್ರ. So this rasa is extremely deep. Only Swarup Damodar may know about it. Bhagavan confidential servant Swarup Damodar matre അറിയാൻ പറ്റുള്ളൂ. Okay. യാവ ഖേഹ അന്യ ജാനെ സേഹോതാന്യ ഹൈതേ ചൈതന്യ ഗോസാനൈര തേന അത്യന്ത മർമയത്തെ. സ്വരൂപ് ദാമോദർ വന്നിട്ട് ഭഗവാന്റെ ഇന്റിമേറ്റ് കമ്പാനിയനാ ഇരുന്നത് കൊണ്ട് അവർക്ക് അറിയാം. സോ നെക്സ്റ്റ് ശ്ലോക, ഗോപിഗണേര പ്രേമേര രൂഢ ഭാവനാമ വിശുദ്ധ നിർമ്മല പ്രേമ കാബു നഹേ കാമ. അപ്പൊ ഗോപിയുടെ ലവ് ഓഫ് ഗോപി ഇസ് കോൾഡ് രൂഢ ഭാവ. ഗോപികളുടെ സ്നേഹത്തിന്. മാതാജി, can anybody read in മലയാളം? ഹരേ കൃഷ്ണ മാതാജി, വായിക്കട്ടെ. പ്ലീസ്. ഗോപി സ്ത്രീ വിവർത്തനം അതുപോലെ മാതാജി. ഗോപ സ്ത്രീകളുടെ പ്രേമം രൂഢഭാവം എന്ന് വിളിക്കപ്പെടുന്നു. അത് വിശുദ്ധവും മറ്റതുമാണ്. അതൊരിക്കലും കാമമല്ല. അപ്പൊ അപ്പൊ ഒരു മണ്ടീൻ റിലേഷൻഷിപ്പ് വന്ന് അവിടെ ഇല്ല. അത് വന്നിട്ട് കംപ്ലീറ്റ്ലി പ്യോർ ആൻഡ് സ്പോട്ട്ലെസ്, വളരെ പ്യോർ ലവ് ആണ് എന്ന് അവർ പറയുന്നത്. 163. പ്രേമൈവ ഗോപി രാമ പ്രേമൈവ ഗോപ രാമാനാം കാമ ഇതി അഗമത് പ്രതാം ഇതി ഉദ്ധവാദയോ അപ്യേതം വാചന്തി ഭഗവത് പ്രിയാ. ഹരേ കൃഷ്ണ മാതാജി. വിവർത്തനം ഭാവാർത്ഥം. ഗോപികമാരുടെ പവിത്രമായ പ്രേമം കാമം എന്ന നാമത്താൽ വിഖ്യാതമായി തീർന്നിരിക്കുന്നു. ഉദ്ധവനെ പോലുള്ള ഭഗവാൻ ഭക്തന്മാർ ആ പ്രേമം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാവാർത്ഥം. ഭക്തിരസാമൃത സിന്ധുവിൽ 1-2-285 നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ഭക്തിരസാമൃത സിന്ധുവില് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാമ ആൻഡ് പ്രേമ ഇതിനെ കുറിച്ചുള്ള ഡിഫറൻസസ് വന്നിട്ട്
ഇവിടെ പറയുന്നുണ്ട്. ശരിക്കും ഭഗവാന്റെ മേലുള്ള സ്നേഹം എന്താണ്, കാമം എന്താണെന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കാമ പ്രേമ ദോൺഹാകാര വിഭിന്ന ലക്ഷണ ലവ അര ഹേമായൈചേ സ്വരൂപ വിലക്ഷണാം. വിവർത്തനം. ഹരേ കൃഷ്ണ. കാമത്തിനും പ്രേമത്തിനും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുണ്ട്. ഇരുമ്പിനും സ്വർണത്തിനും വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളതുപോലെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ലൈംഗികമായ കാമവും ഹരേ കൃഷ്ണ ലൈംഗികമായ കാമവും പരിശുദ്ധ പ്രേമവും തമ്മിൽ വിവേചിച്ചറിയാൻ ഒരുവൻ ശ്രമിക്കണം. കാരണം അവ രണ്ടും ഇരുമ്പും സ്വർണവും എന്ന പോലെ അത്യന്തം വ്യത്യാസമുള്ള രണ്ടും വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഭൗതിക കാമത്തിന് വന്നിട്ട് ഇരുമ്പിനോടും പിന്നെ പ്യുവർ ലവ് പ്രേമത്തിന് വന്നിട്ട് സ്വർണമായിട്ട് കൂടെയും കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരേ ബലി കാമ കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ ധരേ പ്രേമ നാമ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത്. വായിക്കട്ടെ മാതാജി. വിവർത്തനം. ഭാവാർത്ഥം ഇത്തിരി വലുതാ, വായിക്കട്ടെ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഒരുവന്റെ സ്വന്തം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള ആഗ്രഹമാണ് കാമം. എന്നാൽ ശ്രീകൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹം പ്രേമമാകുന്നു. ഭാവാർത്ഥം വായിക്കട്ടെ. വേദശാസ്ത്രങ്ങൾ പരിശുദ്ധ പ്രേമത്തെ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. സർവദാ ധ്വംസരഹിതം സത്യവി ധ്വംസകാരണേ യത് ഭാവബന്ധനം യൂനോ സ പ്രേമ പരികീർത്തിതഃ. ഒരു പ്രേമബന്ധം ശിഥിലമാകുന്നതിന് മതിയായ കാരണമുണ്ടാവുകയും എങ്കിലും ശൈഥില്യം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അത്തരമൊരു ഉറ്റപ്രേമബന്ധത്തെ പരിശുദ്ധമെന്ന് വിളിക്കുന്നു. കൃഷ്ണന്റെ അതീശത്വത്തിനു വിധേയരായ ഗോപികമാർ അത്തരം പരിശുദ്ധ പ്രേമത്താൽ അവിടുന്നിനോട് ബന്ധിതരായിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയാസ്വാദനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലൈംഗിക പ്രണയത്തിന്റെ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ വ്യക്തി താല്പര്യം ലക്ഷ്യമാക്കാതെ എല്ലാ അർത്ഥത്തിലും കൃഷ്ണനെ സന്തോഷവാനായി കാണുക എന്നത് മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം. ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം അവർ സ്വയം സമർപ്പണം ചെയ്തു. ഗോപികമാരും കൃഷ്ണനും തമ്മിൽ ലൈംഗിക പ്രണയത്തിന്റെ ഏറ്റവും നേരിയ ലാഞ്ച പോലും ഉണ്ടായിരുന്നില്ല. ലൈംഗിക പ്രണയം ഒരുവന്റെ സ്വന്തം ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് ആധികാരികതയോടെ സ്ഥാപിക്കുന്നു. പ്രശസ്തി, പിതൃത്വം, സമ്പത്ത് തുടങ്ങിയവ നേടുന്നതിന് വേണ്ടിയുള്ള വേദങ്ങളിലെ എല്ലാ നിയാമക തത്വങ്ങളും ഇന്ദ്രിയ സന്ദർപ്പണത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ്. പൊതുക്ഷേമം, ദേശീയത, മതം, പരോപകാരം, സദാചാരം, മതഗ്രന്ഥ നിബന്ധനകൾ, ആരോഗ്യരക്ഷാ നിർദ്ദേശങ്ങൾ, കാമ്യകർമ്മങ്ങൾ, ലജ്ജാശീലത, സഹിഷ്ണുത, സ്വകാര്യ സുഖസൗകര്യങ്ങൾ, മോക്ഷം, ഭൗതിക പുരോഗതി, കുടുംബസ്നേഹം, സമുദായ ഭ്രഷ്ടിനെയും നിയമപരമായ ശിക്ഷകളെ കുറിച്ചുള്ള ഭയം എന്നിങ്ങനെ പല വേഷങ്ങളിൽ ഇന്ദ്രിയ ആസ്വാദന പ്രവൃത്തികൾ ചെയ്യപ്പെടാം. പക്ഷേ ഇവയെല്ലാം ഇന്ദ്രിയ പ്രീണനം എന്ന ഒരേ വസ്തുവിന്റെ ഉപവിഭാഗങ്ങളാണ്. അത്തരം സത്പ്രവൃത്തികളെല്ലാം അടിസ്ഥാനപരമായി ഒരുവന്റെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നിർവഹിക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സദാചാരപരവും ധാർമ്മികവുമായ ഈ തത്വങ്ങളെല്ലാം പാലിക്കുമ്പോഴും ഒരാൾക്കും തന്റെ വ്യക്തി താല്പര്യങ്ങൾ ത്യജിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എല്ലാറ്റിനുമുപരി ഞാൻ കൃഷ്ണന്റെ നിത്യദാസൻ മാത്രമാണെന്ന് അനുഭവപ്പെടുന്ന തലം അതീന്ദ്രിയമാണ്. ഈ ദാസ്യഭാവത്തോടുകൂടി നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും പരിശുദ്ധ ഭഗവത് പ്രേമം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവ നിർവഹിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ പരമമായ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഫലം ആസ്വദിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നിർവഹിക്കുന്ന ഏതൊരു കർമ്മവും കാമ്യകർമ്മങ്ങളാണ്. അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചിലപ്പോൾ സ്ഥൂലവും ചിലപ്പോൾ സൂക്ഷ്മവുമായ രൂപങ്ങളിൽ ദൃശ്യമാകുന്നു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു സോ മച്ച്. ഗോപികമാര് അവിടെ സെർവ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഡിസയറേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ ഇത് ചെയ്താൽ കൃഷ്ണൻ വളരെ തൃപ്തനാകും, ഇതുകൊണ്ട് എനിക്കെന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത വന്ന് അവർക്ക് ഇല്ലേ ഇല്ല. അവർ എപ്പോഴും വിചാരിക്കുന്നു കൃഷ്ണൻ എങ്ങനെ സാർ ഇപ്പൊ നമ്മളെല്ലാം വന്നിട്ട് ഒരു ഫംഗ്ഷന് ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ട് പോകുന്ന വെച്ചാല് ആ ആൾക്കാർ വന്ന് അട്രാക്ട് ആവും,
വളരെ നല്ലതായിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ മോട്ടീവ് എന്താണ്? ലൈക്ക് വി വോണ്ട് ടു എൻജോയ്. നമ്മൾ വന്നിട്ട് അതിൽ വന്നിട്ട് എൻജോയ് ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ അതിലുണ്ട്. പക്ഷെ ഗോപിമാർ വന്നിട്ട് കൃഷ്ണനെ കാണാൻ പോകുമ്പോ ഭയങ്കര നൈസ്ലി ഡെക്കറേറ്റ് ചെയ്യും. ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അവരെന്താ ചിന്തിക്കുന്നത് വെച്ചാല്, ഞാൻ ഇത് ഇട്ട കൃഷ്ണൻ ഭയങ്കര സന്തോഷമാവും, ഞാൻ ഇങ്ങനെ ചെയ്താൽ കൃഷ്ണൻ ഭയങ്കര സന്തോഷമാവും. അവരുടെ എന്തെന്ന് വെച്ചാല് ദേ ആർ നോട്ട് തിങ്കിങ് എനിത്തിങ് അബൌട്ട് ദംസെൽസ്. അതിനെ കുറിച്ച് ഗോപിമാർ ഒന്നുമേ ചിന്തിക്കുന്നില്ല. അവരെന്ത് ചിന്തിക്കുന്ന വെച്ചാല്, കൃഷ്ണനെ ഇങ്ങനെ ചെയ്താൽ കൃഷ്ണൻ ഹാപ്പി ആവും, എനിക്ക് ഇത് ചെയ്ത് ഇങ്ങനെ പോയാല് ഭഗവാന്റെ സന്തോഷമാവില്ല, അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ വേണം. അപ്പൊ അവരുടെ ചിന്ത മൊത്തം എന്താന്ന് വെച്ചാല് ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. അപ്പൊ മെറ്റീരിയൽ ആയിട്ട് ഉള്ള ഒരു ഇതും അവിടെ ഇല്ല. സോ ആ ഫ്രൂട്ട്സിനെ എൻജോയ്, നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ഫീലിംഗിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വന്നിട്ട് അതിൽ വന്നിട്ട് കാമുണ്ട്. ബട്ട് അതില് യാതൊരു എൻജോയ്മെന്റ് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എവറിത്തിങ് വാട്ട് എവർ ഐ ഡു എല്ലാം 100% ഭഗവാന്റെ തൃപ്തിക്ക് മാത്രമാണ് ചെയ്യുമ്പോൾ അതിൽ 100% പ്രേമം മാത്രമാണ്. അപ്പൊ ഈ ഗോപികളുടെ ഓരോരോ ആക്ടിവിറ്റിയും അങ്ങനെയായിരുന്നു. അപ്പം അത് വന്നിട്ട് ഇവിടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നു. അത് കൃഷ്ണന്റെ കാമത്തിനും പ്രേമത്തിനും ഉള്ള വ്യത്യാസം വന്നിട്ട് പറയുന്നു. ആദ്യം കാമം വന്നിട്ട് ഇരുമ്പിനെ പോലെയാണ്, പിന്നെ പ്രേമം വന്നിട്ട് സ്വർണമാണ്, ഇറ്റ്സ് ലൈക്ക് ഗോൾഡ്. പിന്നെ പിന്നെ ഇപ്പൊ പറഞ്ഞു സ്വയം, ഇപ്പൊ വന്നിട്ട് സ്വയം എന്തിനെങ്കിലും തൃപ്തി ചെയ്യണം, ഒരു കാര്യം ചെയ്തിട്ട് അതിലുള്ള റിസൾട്ട് വന്ന് ഞാൻ അനുഭവിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അത് വന്നിട്ട് കാമം. പിന്നെ ഭഗവാന്റെ എന്തിനെങ്കിലും തൃപ്തി ചെയ്യണം എന്ന് നമ്മൾ വന്നിട്ട് ചെയ്യുമ്പോൾ അതിൽ വന്നിട്ട് പ്രേമം. ഇപ്പൊ ഗോപിയുടെ ആക്ടിവിറ്റീസ് എല്ലാം അങ്ങനെയായിരുന്നു. Now we read 166. കാമേര താത്പര്യ നിജ സംഭോഗ കേവല കൃഷ്ണ സുഖ താത്പര്യ മാത പ്രേമത പ്രബല. ഹരേ കൃഷ്ണ മാതാജി. വിവർത്തനം. കാമത്തിന്റെ താല്പര്യം സ്വന്തം ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനം മാത്രമാണ്. എന്നാൽ പ്രേമം കൃഷ്ണന്റെ ആസ്വാദനത്തിനുള്ള താല്പര്യമാണ്. അതിനാൽ അത് വളരെ ബലവത്താകുന്നു. കഴിഞ്ഞ ശ്ലോകവും ഇതിലും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൺലി എൻജോയ്മെന്റ് ഫോർ കൃഷ്ണ സെൻസസ്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങള് ഋഷികേശ് സേവനം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 167 to 169 വായിക്കാം. ലോകധർമ്മ വേദധർമ്മ ദേഹധർമ്മ കർമ്മ ലജ്ജാധൈര്യ ദേഹ സുഖ ആത്മസുഖ മർമ്മ ദുഷ്യജ ആര്യപത നിജ പരിജന സ്വജനെ കരയേയത തടന ഭ്രക്ഷണ സർവത്യാഗ കരി കരെ കൃഷ്ണേര ഭജന കൃഷ്ണ സുഖ ഹേതു കരെ പ്രേമ സേവന. ഹരേ കൃഷ്ണ. വിവർത്തനം. ഗോപികമാർ കൃഷ്ണനെ സേവിക്കുന്നതിന് വേണ്ടി സാമൂഹിക ആചാരങ്ങളും വേദാനുശാസനങ്ങളും ശാരീരിക ആവശ്യങ്ങളും കാമ്യകർമ്മങ്ങളും ലജ്ജാഭാവവും ക്ഷമാശീലവും ശാരീരിക സുഖങ്ങളും ആത്മസുഖവും ത്യജിക്കാൻ പ്രയാസമുള്ള വർണ്ണാശ്രമധർമ്മവും അതുപോലെ തന്നെ സ്വന്തം ബന്ധുക്കളെയും അവരുടെ ശിക്ഷകളെയും ശാസനങ്ങളെയും ത്യാഗം ചെയ്തിരിക്കുന്നു. അവർ അവിടുത്തെ സന്തോഷത്തിനായി പ്രേമസേവനം അനുഷ്ഠിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാ ചാലഞ്ചസും അവരെടുക്കാൻ തയ്യാറായിരുന്നു. അവരുടെ ഭഗവാന്റെ തൃപ്തി ചെയ്യണം എന്നുള്ള ആ ഫീലിംഗില് നമ്മൾ ഈ ശരീരമാണ്, ഞാൻ ഒരു സ്ത്രീയാണ്, എനിക്ക് കുട്ടിയുണ്ട്, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് ഫാമിലി ഡ്യൂട്ടീസ് ഉണ്ട്, എനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇത് എല്ലാം വന്നിട്ട് അവർ അങ്ങനെ മാറ്റി വെച്ചു. ഇപ്പൊ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ മോളിപ്പോ വരും, എനിക്കിപ്പോ വരാൻ പറ്റില്ല, നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയും. നമ്മൾ വി ആർ ബൗണ്ട് ബൈ അവർ നമ്മുടെ ഫാമിലി, നമ്മുടെ ഡ്യൂട്ടീസ്, ഇതെല്ലാത്തിലും വന്നിട്ട്. ബട്ട് അവർ വന്നിട്ട് ഭഗവാനെ സേവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പിന്നെ അവർക്ക് യാതൊരു ചിന്തയില്ല. അവർക്ക് സൊസൈറ്റി എന്ത് വിചാരിക്കും, ആൾക്കാർ എന്ത് ചിന്തിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ആദ്യം വിചാരിക്കുന്നത് എന്താ വെച്ചാല് നാട്ടുകാരെന്ത് പറയും, ആൾക്കാരെന്ത് ചിന്തിക്കും. ഇതെല്ലാം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ നമ്മൾ ചെയ്യും. നമുക്ക് വേണ്ടി നമുക്ക് നല്ലത് എന്നുള്ള ചെയ്യുന്നതിനെക്കാട്ടിലും ആൾക്കാരെന്ത് ചിന്തിക്കും, നാട്ടുകാരെന്ത് പറയും. I can see somebody's microphone is unmute. Please unmute ചെയ്യുമോ please. ആരുടെയോ മൈക്രോഫോൺ ഓൺ ആണ്.
വിഷ്ണുപ്രിയ മാതാജി, ആരുടെ മൈക്രോഫോൺ ഓൺ പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? അപ്പൊ എന്താകുന്നെന്ന് വെച്ചാല് ഇപ്പം നമ്മൾ ഇതെല്ലാം വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും, ആൾക്കാർ എന്ത് വിചാരിക്കും, നമ്മുടെ ധർമ്മം ഇതല്ലേ പറയണേ, നമ്മൾ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയെല്ലാം വന്നിട്ട് നമ്മൾ വിചാരിച്ച ഓരോരോ കാര്യം ചെയ്യും. പക്ഷെ രാധാറാണി ഗോപികമാരെല്ലാം വന്നിട്ട് അവര് എന്ത് ആൾക്കാരുടെ എന്ത് സ്കോൾഡിങ് കിട്ടിയാലും, സൊസൈറ്റി എന്ത് വിചാരിച്ചാലും ദേവർ കൊച്ചുകുട്ടികളെ ബേബീസ് പോലും വിട്ടിട്ട് അവർ ഭഗവാനെ സേവിക്കാൻ പോകാൻ അവർ തയ്യാറായിരുന്നു. അത് വന്നിട്ട് എന്താ പറയാ, ഭഗവാനെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചാലഞ്ചും അവർ എടുക്കാൻ തയ്യാറാണ്. നമ്മൾ വന്നിട്ട് നമ്മുടെ സർവീസ് നമ്മളും സേവ ചെയ്യുന്നുണ്ട്, നമ്മുടെ കംഫർട്ട് സോണിന്റെ അകത്ത്. ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റും, ഇതിന്റെ അപ്പുറം പ്ലീസ് പ്രതീക്ഷിക്കണ്ടായ, എനിക്ക് ഇതിന്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഒരു ദിവസം ഇത്രമാല ജപിക്കാൻ പറ്റും, കംഫർട്ടബിൾ ആയിട്ട് ഇത്ര സേവ ചെയ്യാൻ. നമുക്ക് വി ആർ നോട്ട് റെഡി ടു ടേക്ക് ചാലഞ്ചസ്. അങ്ങനെ നമ്മുടെ ലിമിറ്റ്സിന്റെ വെളിയിൽ വന്ന് ഒരു ചാലഞ്ച് എടുത്തിട്ട് ഭഗവാനെ തൃപ്തി ചെയ്യാം, അങ്ങനെ നമ്മൾ തയ്യാറായിട്ടില്ല. ബിക്കോസ് നമ്മൾ ഈ ശരീരമാണ് എന്ന് ആ ഐഡന്റിഫിക്കേഷനിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷെ ഗോപീസ് വന്നിട്ട് നമ്മുടെ മിയർ എക്സിസ്റ്റൻസ് എന്തിനാണ്? ഓൺലി ഫോർ സെർവിങ് കൃഷ്ണ. ആൾക്കാർ എന്ത് പറയാം, സബ്സെ ബഡാ റോഗ് ക്യാ കഹെങ്കെ ലോഗ് എന്ന് പറയും. വലിയൊരു രോഗം എന്താന്ന് വെച്ചാല് ആൾക്കാർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഇതിന്റെ ഒരു ചിന്തയില്ല. ഏത് പാതിരാത്രിയിലും ഭഗവാനെ വിളിച്ച ഭഗവാന്റെ കുഴൽനാദം കേട്ടാൽ അപ്പൊ ഓടിപ്പോവും ഗോപിമാര്. അപ്പൊ എന്ത് സ്കോൾഡിങ് കിട്ടിയാലും അവര് ഭഗവാന്റെ സേവയെ നിർത്താൻ ഒരു ഇതേ ഇല്ല. അറ്റ് എനി കോസ്റ്റ് എന്ത് തന്നെ സംഭവിച്ചാലും ഭഗവാനെ നമ്മൾ സേവിച്ചിരിക്കും എന്നുള്ളതാണ് അവരുടെ ഭാവം. അപ്പൊ നമുക്ക് 170 വായിക്കാം. ഇഹ കഹിയെ കൃഷ്ണ ദൃഢാനുരാഗ സ്വച്ഛധൗത വസ്ത്രേ യൈചേ നഹി കോനദാഗ. ഹരേ കൃഷ്ണ മദജി. ഹരേ കൃഷ്ണ. വിവർത്തനം: ഇതിനെ കൃഷ്ണനോടുള്ള ദൃഢമായ അനുരാഗം എന്ന് വിളിക്കുന്നു. കറയില്ലാത്ത ശുദ്ധവസ്ത്രം പോലെ അത് കളങ്കമറ്റതും വിശുദ്ധമായതുമാണ്. ഭാവാർത്ഥം: ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ എല്ലാ ഏർപ്പാടുകളും ഉപേക്ഷിക്കുവാനും ഗോപസ്ത്രീകളെ പോലെ ഭഗവാന്റെ പരമേച്ഛയോട് ഇണങ്ങിച്ചേരുവാനും ചൈതന്യ ചരിതാമൃതത്തിന്റെ കർത്താവ് എല്ലാവരെയും ഉപദേശിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണന്റെ പരമമായ ഉപദേശം ഇത് തന്നെയാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് എന്ത് തന്നെ ചെയ്യുവാൻ നാം തയ്യാറാകണം. വൈദിക തത്വങ്ങളും ധാർമ്മിക നിയമങ്ങളും ലംഘിച്ചാട്ടാണെങ്കിൽ പോലും അതാണ് ഭഗവത് പ്രേമത്തിന്റെ നിലവാരം. പരിശുദ്ധ പ്രേമത്തിലുള്ള അത്തരം പ്രവൃത്തികൾ കഴുകി ശുദ്ധമാക്കപ്പെട്ട കറയില്ലാത്ത ശുഭ്രവസ്ത്രം പോലെയാണ്. സർവവും പരിത്യജിക്കുക എന്ന ആശയത്തെ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള കർത്തവ്യങ്ങളുടെ വർജനമെന്ന് തെറ്റായി ധരിക്കരുതെന്ന് ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അത്തരം ചുമതലകൾ പോലും കൃഷ്ണ ഭാവത്തിൽ നിർവഹിക്കുന്ന പക്ഷം ഇന്ദ്രിയ പ്രീണനമാകുന്നില്ല. ഹരേ കൃഷ്ണ മദജി. ഭക്തി വിനോദ ഠാക്കൂർ ഇവിടെ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പം we should be prepared to do anything and everything to please the Lord, even at the risk of violating the Vedic principles or ethic laws. That is the standard of love of God. കൃഷ്ണ പ്രേമം എന്ന് പറയുമ്പോൾ ഭഗവാനെ വന്നിട്ട് ഭഗവാന്റെ സേവനത്തില് തടസ്സമായിട്ട് ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് പ്യുവർ ലവ് എന്ന് പറയുന്നത്. അപ്പൊ താഴെ ഭക്തി വിനോദ് ഠാക്കൂർ വീണ്ടും പറയുന്നുണ്ട്, we should not mistakenly think that the idea of giving up everything implies the renunciation of duties necessary in relation to the body and mind. അപ്പൊ നമ്മൾ മെച്ചുവർഡ്, നമ്മൾ വന്നിട്ട് ഞാൻ വലിയ ഡിവോട്ടിയാണ്, ഞാൻ ഗോപി ഭാവത്തിനാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടാൻ അങ്ങനെയൊന്നും പാടില്ല. സോ അതും പാടില്ല. ഭക്തി വിനോദ് ഠാക്കൂർ വാൺ ചെയ്യുന്നുണ്ട്. സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം ചെയ്യണം. സോ ഇപ്പൊ നമ്മള് 171 ആണ് വായിക്കാൻ പോകുന്നത്. അതേവ കാമ പ്രേമേ ബഹുത അന്തര കാമ അന്ധതമ പ്രേമ നിർമ്മല ഭാസ്കര. ഹരേ കൃഷ്ണ. വിവർത്തനം: അതുകൊണ്ട് കാമവും പ്രേമവും തികച്ചും വ്യത്യസ്തമാണ്. കാമം നിബിഡ അന്ധകാരം പോലെയും പ്രേമം പ്രകാശിക്കുന്ന സൂര്യനെ പോലെയുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ പ്രേമം വന്നിട്ട് പ്രകാശമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതുവരെ നമ്മൾ മൂന്ന് വ്യത്യാസങ്ങൾ അവിടെ കേട്ടു. കാമം പറഞ്ഞ എന്താണ്, പ്രേമം പറഞ്ഞ എന്താണെന്ന്. അപ്പൊ കാമം വന്നിട്ട് നേരത്തെ ഫസ്റ്റ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അത് ഇത് എന്താണ്, ഇരുമ്പിനെ പോലെയാണ് കാമം. ശുദ്ധ പ്രേമം വന്നിട്ട് സ്വർണത്തിന്റെ പോലെയാണ്. പിന്നെ കാമം വന്നിട്ട്
എനിക്ക് എന്ത് കിട്ടും, എന്റെ ഇന്ദ്രിയ തൃപ്തി വേണമെന്ന് വിചാരിക്കുന്നത് കാമമാണ്. പ്രേമം വന്നിട്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ എങ്ങനെ തൃപ്തി ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത് അത് പ്രേമമാണ്. പിന്നെ കാമം വന്നിട്ട് അന്ധകാരമാണ്. പ്രേമം വന്നിട്ട് സൂര്യനെ പോലെയാണ് എന്ന് ഇപ്പൊ നമ്മൾ കാമത്തിനും പ്രേമത്തിനുള്ള വ്യത്യാസങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. അതേവ ഗോപിഗണേര നാഹി കാമഗന്ധ കൃഷ്ണ സുഖലാഹി മാത്ര കൃഷ്ണസേ സംബന്ധ. അപ്പൊ ഗോപി വായിച്ചോളാം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അപ്രകാരം ഗോപികമാരുടെ പ്രേമത്തിൽ കാമത്തിന്റെ അശുദ്ധി ലേശം പോലും തീണ്ടുന്നില്ല. കൃഷ്ണനുമായുള്ള അവരുടെ ബന്ധം അവിടുന്നിന്റെ ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ എന്ത് കാര്യം ചെയ്താലും, അവർ ഇരുന്നാലും, അവർ കഴിച്ചാലും, അവർ ഉറങ്ങിയാലും, അവർ വസ്ത്രം ധരിച്ചാലും, അവർ ഒരു കാര്യം ചെയ്താലും, അവർ എന്ത് കാര്യം ചെയ്താലും, അവർ ഓരോരോ ശാസ്ത്രത്തിലും അവർക്ക് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഭഗവാൻ ഹാപ്പി ആകുമോ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ കൃഷ്ണനുക്ക് സന്തോഷം കിട്ടുമ്പോ, കൃഷ്ണന് വന്നിട്ട് സുഖം കിട്ടുമോ, അതാണ് അവരുടെ ചിന്ത. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ശ്ലോക വായിക്കാം. 170 സെയിം. യത്തേ സുജാത ചരണാംബുരുഹം സ്തനേഷു ഭീതശനൈ പ്രിയ ദതിമഹി കർക്കശേഷു തേനാടവീം അടസി തദ്വ്യതതേന കിം സ്വേത് കൂർപ്പാദിഭിർഭ്രമതിധിർഭവത് ആയുഷാം നാം. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹേ പ്രാണനാഥ, അങ്ങയുടെ പാതാരവിന്ദങ്ങൾ വളരെ ലോലമായതിനാൽ അവ വേദനിച്ചാലോ എന്ന് കരുതി വളരെ പതുക്കെ മാത്രമേ അങ്ങയെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ പോലും വയ്ക്കാറുള്ളൂ. ഞങ്ങളുടെ ജീവൻ അങ്ങയിൽ മാത്രമാണ് വിശ്രമിക്കുന്നത്. അതിനാൽ അങ്ങ് കാനനപാതയിലൂടെ അലയുമ്പോൾ അങ്ങയുടെ മാർദ്ദവമേറിയ പാദങ്ങൾ ചെറിയ കല്ലോ മറ്റോ കൊണ്ട് മുറിഞ്ഞേക്കുമോ എന്ന ഭീതി കൊണ്ട് ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും ആശങ്കാകുലമാണ്. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ 10, 31, 19 നിന്നുള്ള ഈ ശ്ലോകം കൃഷ്ണൻ രാസലീലയുടെ മധ്യത്തിൽ നിന്ന് തങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഗോപികമാർ പറയുന്നതാണ്. ഹരേ കൃഷ്ണ. ഗോപിമാരുടെ ഫീലിങ്സ് അങ്ങനെയായിരുന്നു. ആത്മസുഖ ദുഃഖ ഗോപീര നാഹിക വിചാര കൃഷ്ണ സുഖ ഹേതു ചേഷ്ട മനോവ്യവഹാര. ഹരേ കൃഷ്ണ. ഗോപികമാർ അവരുടെ സ്വന്തം സുഖ ദുഃഖങ്ങൾ പരിഗണിക്കുന്നില്ല. അവരുടെ ശാരീരികവും മാനസികവുമായ വ്യവഹാരങ്ങളെല്ലാം കൃഷ്ണന്റെ ആസ്വാദനാർത്ഥം സമർപ്പിതമാണ്. അവർക്ക് വേദന വരുന്നുണ്ടോ എന്ന ഒരു ചിന്തയും അവർക്കില്ല. എല്ലാ ചാലഞ്ചും നേരത്തെ പറഞ്ഞ പോലെ സുഖമോ ദുഃഖമോ എന്തൊരു ചാലഞ്ച് വന്നാലും ഐ എം റെഡി, ബിക്കോസ് കൃഷ്ണനെ ഞാൻ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ സന്തുഷ്ടനാകുന്നു, ഭഗവാന് സുഖം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ളതാണ് ഗോപിയുടെ ഭാവം അവിടെ. കൃഷ്ണലാഗി ആരസഭ കരേ പരിത്യാഗ കൃഷ്ണ സുഖേ ഹേതു കരേ ശുദ്ധ അനുരാഗ. ഹരേ കൃഷ്ണ. അവർ കൃഷ്ണന് വേണ്ടി എല്ലാം ത്യജിച്ചു. കൃഷ്ണന് ആനന്ദം നൽകുന്നതിലാണ് അവരുടെ ആസക്തി. അപ്പൊ അവരുടെ ഒരേ ആസക്തി, അനുരാഗം എന്തായിരുന്നു? ഭഗവാനെ സന്തോഷം കൊടുക്കണം. ഇപ്പൊ നമുക്ക് അടുത്തത് ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്ലോകം. ഏവം മത്തോ ജിഹിതലോക വേദ സ്വാനാം വിഹോമയി അനുവൃത്തയേ ബലാം മയാ പരോക്ഷം ഭജതാ തിരോഹിതം മാസൂയിതും മാർഹത തത്പ്രിയം പ്രിയാ. വിവർത്തനം. അല്ലയോ പ്രിയ ഗോപിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി സാമൂഹ്യ മര്യാദകളും സദാചാരങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ചു. ഞാൻ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായത് നിങ്ങൾക്ക് എന്നിലുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഞാൻ അപ്രത്യക്ഷനായത് നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി ആയതിനാൽ എന്നോട് അസന്തുഷ്ടരാകരുത്. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകം 10, 32, 21 രാസലീല വേദിയിലേക്ക് മടങ്ങി വന്നപ്പോൾ കൃഷ്ണ ഭഗവാനാൽ പറയപ്പെട്ടതാണ്. ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നുണ്ട്. സോ
എല്ലാ പ്യുവർ ഡിവോട്ടീസിന്റെ ചരിത്രം വായിക്കുമ്പോഴും അവര് എല്ലാവിധമായിട്ടുള്ള പെയിൻ എടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ since I appeared for your benefit, you should not be displeased with me. ഞാൻ ഇങ്ങനെ കാണാതാവുമ്പോ റാസലീലിൽ നിന്ന് ഡിസപ്പിയർ ആവുമ്പോ എന്റെ അടുത്തുള്ള സ്നേഹത്തിന് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഡിസപ്പിയർ ആയത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇത് വന്നിട്ട് വളരെ ഹൈ 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 ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മള് ഭഗവാനെ എന്ത് ചെയ്താലും ഫലം പ്രതീക്ഷിച്ചാണ്. സകാമകർമ്മം തന്നെയാ മിക്കവാറും. നിഷ്കാമകർമ്മം പിന്നെയും നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം വന്നിട്ട് ആ ഒരു ഭാവത്തിലില്ല. ഇപ്പൊ പ്യുവർ ഡിവോട്ടീസ് എല്ലാം നോക്കിയാൽ ഇപ്പൊ ഭഗവാന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുന്തിദേവി കൂടെ പ്രാർത്ഥിച്ചു, എനിക്ക് എപ്പോഴും ദുഃഖമേ തരണി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ആ ലെവല് നമുക്ക് ഇല്ല. അപ്പൊ ഡിവോഷനിൽ മെച്ചൂർ ആകുമ്പോ അവര് ചാലഞ്ചസ് എടുക്കുന്നത് വന്നിട്ട് കൃഷ്ണൻ വന്നിട്ട് എന്നെ ഒന്നുകൂടെ എന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില്, ആ ഒരു ഭാവത്തില് ശുദ്ധഭക്തന്മാർ വന്നിട്ട് എന്തൊരു ചാലഞ്ചും ഫേസ് ചെയ്യും. അതുപോലെ ക്വാളിഫൈഡ് ആയിട്ട് ഉള്ളവർക്ക് ഭഗവാൻ അതുപോലെ ചലഞ്ചസും കൊടുക്കും. ഇപ്പൊ വന്നിട്ട് റാസലീല വന്നിട്ട് ഗോപിമാരെല്ലാം ഭയങ്കര തപസ് ചെയ്ത് കാത്തിരുന്നതാണ് ഭഗവാന്റെ കൂടെ റാസലീല കളിക്കുന്നത്. ഇപ്പൊ റാസലീലയിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ട് ഭഗവാൻ പറയുന്നു, I disappeared behind you only to increase your concentration upon me. Since I disappeared for your benefit, you should not be displeased with me. ഭഗവാന്റെ കംപ്ലീറ്റ്ലി വന്നിട്ട് ഭഗവാന്റെ മേലെ കോൺസെൻട്രേഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവിടുന്ന് ഡിസപ്പിയർ ആയത്. നമ്മളെ മാതിരി സോ കോൾഡ് ഡിവോട്ടീസ് എല്ലാം വെച്ചാല് ഇത്ര ചാൻഡ് ചെയ്തിട്ടും ഇതാണോ കിട്ടിയത്, ഇത്ര ചാൻഡ് ചെയ്തിട്ടും ബിസിനസ് ഇങ്ങനെയായോ, ഇത്ര അമ്പലത്തിൽ പോയിട്ടും ഇങ്ങനെയായോ. നമ്മൾ പറയുന്നത് നല്ലൊരു ഭക്തിയായിരുന്നല്ലോ, അവർക്ക് ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. നമ്മള് ആക്ച്വലി ശുദ്ധഭക്തന്മാര് പ്യുവർ ഡിവോട്ടീസ് വന്നിട്ട് ചലഞ്ചസ് വരുമ്പോഴും ഭഗവാൻ അത് വന്നിട്ട് ചലഞ്ചസ് വന്നിട്ട് റിയൽ ഭഗവാന്റെ ബ്ലെസ്സിങ് ആ ചാലഞ്ചിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി വന്നിട്ട് ശുദ്ധഭക്തന്മാർക്കുണ്ട്. ഈ പക്വപ്പെടാതെ നമ്മളമാരെ ആൾക്കാരെല്ലാം സേവ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ ആയല്ലോ കൃഷ്ണ, എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ വിചാരിക്കും ഇത് സംസാരിക്കുമ്പോ ഇത്രയെല്ലാം സേവ ചെയ്തിട്ട് ആൾക്കാർ ഫസ്റ്റ് സംസാരിക്കുന്നത് ഇതാണോ കിട്ടിയത് നിങ്ങൾക്ക്, അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത്. ബട്ട് ഗോപിമാരുടെ ലെവൽ വന്നിട്ട് വേറെയാണ്. അവർ വന്നിട്ട് 100%. അതുകൊണ്ട് നമ്മള് ഈ ഭാവം എല്ലാം കേൾക്കുമ്പോ ഗോപിമാരുടെ ഗ്രേറ്റ്നെസ് വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരിക്കലും അവരുമാര് കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാനേ പാടില്ല. ഇപ്പൊ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ വന്ന് നമ്മുടെ അടുത്ത് ഉള്ളതെല്ലാം കൊണ്ടുപോകുമോ, ഭഗവാന് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ അത്രയ്ക്ക് പക്വപ്പെട്ടവരല്ല. അപ്പൊ പക്വം ഇല്ലാത്തവർക്ക് അതുപോലത്തെ പരീക്ഷണവും ഭഗവാൻ തരില്ല. ഇപ്പൊ 1ാം ക്ലാസ് കുട്ടിക്ക് 1ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പറേ കിട്ടുള്ളൂ, 2ാം ക്ലാസ് കുട്ടിക്ക് 2ാം ക്ലാസ് ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ, PhD ആൾക്ക് PhD ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോ അതുപോലത്തെ അപ്പൊ നമുക്ക് കൃഷ്ണനെ പ്രാർത്ഥിച്ച എല്ലാം നമ്മുടെ അടുത്തുനിന്ന് പൊയ്ക്കളയുമോ, അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ അതുപോലെ പരീക്ഷണവും നമുക്ക് ഉണ്ടാവില്ല. ബട്ട് അറ്റ് എനി കോസ്റ്റ് നമ്മൾ വന്നിട്ട് ഭഗവാനെ തന്നെ, കാരണം പിന്നെ ഭഗവാൻ അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള ആ ഒരു ഡീപ്പ് പ്രാർത്ഥനയോടുകൂടി നമ്മൾ സേവേഴ്സ് വന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, നമ്മൾ 178 വായിക്കാം. കൃഷ്ണേര പ്രതിജ്ഞ ഏക ആചേ പൂർവഹൈതേ യൈചേ ഭാജേ കൃഷ്ണ താര ഭജേ തൈചേ. ഹരേ കൃഷ്ണ. വിവർത്തനം. എന്നെ ശരണം പ്രാപിക്കുന്നതനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാ വിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. ഭാവാർത്ഥം. കൃഷ്ണൻ ഗോപികമാരോട് ഒരിക്കലും കൃതജ്ഞതാബോധം ഇല്ലാത്തവനായിരുന്നില്ല. ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിൽ 4:11 അവിടുന്ന് അർജുനനോട് പ്രഖ്യാപിക്കുന്നത് പോലെ ഭക്തന്മാർ തനിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയ പ്രേമസേവനത്തിന് ആനുപാതികമായി അവിടുന്ന് അവരുമായി പരസ്പര വിനിയമം നടത്തുന്നു. എല്ലാവരും ഭഗവാനിലേക്കുള്ള പാതയിലാണ്. പക്ഷെ ആ പാതയിൽ പുരോഗതിയുടെ വിഭിന്ന നിലവാരങ്ങളുണ്ട്. ഒരുവന്റെ പുരോഗതിയുടെ അനുപാതം അനുസരിച്ച് ഭഗവാനെ സാക്ഷാത്കരിക്കാം. നമ്പറാ വായിക്കുന്ന മാതാജി?
178 മാതാജി? ഇല്ല, 77 നമ്മൾ വായിച്ചേ. അത് 72 നേരത്തെ 177. വായിച്ചതാ ഞാൻ. ഓക്കെ ഓക്കെ, 178 ഭഗവത്ഗീതയിലെ ശ്ലോകവാ. ഓക്കെ, അതെ. ഞാൻ ഭഗവത്ഗീത ശ്ലോകം മാതാജി വായിച്ചോളൂ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും ഭഗവാനിലേക്കുള്ള പാതയിലാണ്. പക്ഷെ ആ പാതയിൽ പുരോഗതിയുടെ വിഭിന്ന നിലവാരങ്ങളുണ്ട്. ഒരുവന്റെ പുരോഗതിയുടെ അനുപാതം അനുസരിച്ച് ഭഗവാനെ സാക്ഷാത്കരിക്കാം. മാർഗമേകമാണ്. പക്ഷെ പരമലക്ഷ്യത്തെ സമീപിക്കുന്നതിലുള്ള പുരോഗതിക്ക് പല ഘട്ടങ്ങളുമുണ്ട്. അതനുസരിച്ച് ഭഗവത് സാക്ഷാത്കാരത്തിന്റെ അനുപാതങ്ങളും വ്യത്യസ്തമാണ്. ഗോപികമാർ അത്യുന്നത ലക്ഷ്യം നേടുകയും അവരാൽ പിന്തുടരപ്പെട്ട ആരാധനാ സമ്പ്രദായത്തെക്കാൾ ഉയർന്ന ഒരു സമ്പ്രദായവും ഇല്ലെന്ന് ചൈതന്യ മഹാപ്രഭു ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ ശ്ലോകമായിരുന്നു 178. യേ യഥാ മാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം മമ വർത്താനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. നമ്മൾ എത്രത്തോളം സറണ്ടർ ചെയ്യുന്നു അതുപോലെ ഭഗവാൻ വന്നിട്ട് റിവാർഡ് ചെയ്യുന്നുള്ളതാണ്. സോ everyone follows a path that leads towards him, but there are different degrees of progress on that path, and the Lord is realized in proportion to one's advancement. മാർഗം ഒന്നായാലും അവനവന്റെ ഭക്തിയിൽ ഇംപ്രൂവ് ചെയ്തതിനനുസരിച്ചായിരിക്കും റിയലൈസേഷനും ഭഗവാന്റെ റെസിപ്രിക്കേഷനും. ഭഗവാൻ വന്നിട്ട് നമുക്ക് റെസിപ്രിക്കേറ്റ് ചെയ്തതും നമ്മൾ എത്രത്തോളം സറണ്ടർ ആയിട്ടുണ്ടോ അതിന്റെ പ്രൊപ്പോർഷൻ ആയിട്ട് ഇത് എനിക്ക് വായിക്കുമ്പോൾ നമ്മുടെ ഹരിദാസ് ഠാക്കൂറിന്റെ ഇതില് വന്നിട്ട് 21 മാർക്കറ്റ് പ്ലേസിലിട്ട് ഹരിദാസ് ഠാക്കൂർ ഇട്ട് അടിക്കുമ്പോ ഹരിദാസ് ഠാക്കൂർ വന്നിട്ട് അവരെ ക്ഷമിക്കണേ പരീക്ഷണമായിരുന്നു. ഭഗവാന്റെ നാമം ജപിച്ചത് കൊണ്ട് എങ്ങനെ ഒരു ലോ ക്ലാസ് ആയിട്ടുള്ള ആള് ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിക്കാന്ന് പറഞ്ഞിട്ട് 21 മാർക്കറ്റ് പ്ലേസിലിട്ട് അടിച്ചപ്പോ ഹരിദാസ് ഠാക്കൂർ വാസ് സിംപ്ലി പ്രേയിങ് ഫോർ ഹിം. അപ്പൊ ഭഗവാന്റെ റെസിപ്രിക്കേഷൻ എങ്ങനെയായിരുന്നു? മഹാപ്രകാശ് ലീല ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ട്, ഓ ഹരിദാസ്, നിന്നെ ഇട്ട് അടിച്ചപ്പോ എനിക്ക് വേദന അനുഭവിച്ചോ? അപ്പൊ ഹരിദാസ് ഠാക്കൂർ പറയുന്നു, എനിക്ക് ഒരു വേദനയും അനുഭവിച്ചില്ലല്ലോ. എന്നുവെച്ചാ നിന്റെ മേലെ വീണ് ആ അടിയെല്ലാം വന്നിട്ട് നോക്കൂ എന്റെ മേലെ ഉണ്ട് എന്ന് ഭഗവാൻ വന്നിട്ട് അവിടെ കാണും. ഒരു അതായത് ഹരിദാസ് ഠാക്കൂർ ഏത് ഇതില് സറണ്ടർ ആയോ ഭഗവാൻ വന്നിട്ട് അതുപോലെ റെസിപ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ എല്ലാമേ നമ്മുടെ സറണ്ടർ അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ വന്നിട്ട് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് റിയലൈസേഷൻ എല്ലാം നമ്മൾ എത്രമാത്രം ഇപ്പൊ ഒരേ ഭഗവത്ഗീത ശ്ലോകമായിരിക്കും നമ്മൾ വായിക്കുമ്പോൾ പുതിയതായിട്ട് വായിക്കുന്നവർക്ക് റിയലൈസേഷൻ ആയിരിക്കും. കുറെ വർഷങ്ങൾ വായിക്കുന്നവർക്ക് അതേ ശ്ലോകത്തിന് പല നല്ല റിയലൈസേഷൻ ഉണ്ടാവും. അതുപോലെ മഹാത്മാക്കൾക്ക് വന്നിട്ട് അവരുടെ റിയലൈസേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും വന്നിട്ട് വരുന്നതാണ്. ശ്ലോകം ഭഗവത്ഗീതയുടെ ശ്ലോകം തന്നെയാ, പക്ഷെ അവരവരുടെ ലെവൽ അനുസരിച്ചായിരിക്കും അവരവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും പിന്നെ ഭഗവാന്റെ റെസിപ്രിക്കേഷൻ, ഭഗവാൻ എങ്ങനെ അവർക്ക് റെസിപ്രിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും അവരവരുടെ ലെവൽ അനുസരിച്ചേ വന്നിട്ട് മനസ്സിലാക്കും. സോ നമ്മുടെ സൈഡിൽ നിന്ന് എത്രമാത്രം നമ്മൾ ശ്രമിക്കുന്നുവോ അത്ര ഭഗവാൻ വന്നിട്ട് നമ്മളെ വന്ന് റെസിപ്രിക്കേറ്റ് ചെയ്യാൻ ഭഗവാൻ വന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. സോ that promise, okay, next shloka 179. Se pratiknya bhanga haile gopira bhajane tahate pramana krishna shrimukha vachane. ഹരേ കൃഷ്ണ. 179. ഭഗവാൻ സ്വയം സമ്മതിക്കുന്നത് പോലെ ഗോപികമാരുടെ ആരാധനയാൽ ആ പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടു. ഇപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാരും ഭഗവാൻ വന്നിട്ട് ഞാനൊരു സേവ ചെയ്യുമ്പോൾ ഭഗവാന്റെ റെസിപ്രിക്കേഷൻ ഓൾ കൃഷ്ണാസ് മെർസി, നല്ലതെല്ലാം കിട്ടുമ്പോ ഓൾ കൃഷ്ണാസ് മെർസി, ജഗന്നാഥ് മെർസി ഓൾ കൃഷ്ണാസ് മെർസി എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ അടികൾ കിട്ടുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി ഭൗതിക ലോകത്തിലെ ആൾക്കാർ പോസിറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം പോയില്ല. ഒരുപാട് ടെസ്റ്റ്സ് എല്ലാം വരുമ്പോ അതും ഓൾ കൃഷ്ണാസ് മെർസി എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവോ? അത്രയ്ക്ക് നമ്മൾ മെച്ചുവർ ആയിട്ടുണ്ടോ? ഇപ്പൊ ഗോപീസ് വന്നിട്ട്
ഭഗവാന്റെ റെസിപ്രിക്കേഷൻ ഒന്നുമേ പ്രതീക്ഷിക്കുന്നില്ല. ഭഗവാൻ വന്നിട്ട് ഞാൻ ഈ സേവ ചെയ്യുന്നത് കൊണ്ട് കൃഷ്ണൻ എനിക്ക് എന്ത് തിരിച്ചു ചെയ്യും, അങ്ങനെ ഒരു അവര് വാട്ട് വിൽ ഐ ഗെറ്റ് ഇൻ സർവിങ് കൃഷ്ണ, ഞാൻ ചെയ്യുന്ന ഭഗവാൻ എങ്ങനെയായിരിക്കും ഭഗവാന്റെ റെസിപ്രിക്കേഷൻ, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഞാനിത് ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ഈ സേവ ചെയ്യുന്നത് കൊണ്ട്, ഞാൻ പാടുന്നത് കൊണ്ട്, ഞാൻ കുക്ക് ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ഇത് സേവനം ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ തൃപ്തിയാവും. പക്ഷെ ഭഗവാൻ എങ്ങനെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പോലും അവര് ചിന്തിക്കുന്നേ ഇല്ല. അത് മറ്റേ അതാണ് അപ്പൊ വന്നിട്ട് ഭഗവാന്റെ ഏതാമാം പ്രപദ്യന്തെ താമസത്തെ, നീ എങ്ങനെ സർവീസ് ചെയ്യുന്നതോ അതുപോലെ ഞാൻ നിനക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇവൻ ആ പ്രോമിസ് വന്നിട്ട് ഗോപികളുടെ കാര്യത്തിൽ ഭഗവാൻ പ്രോമിസ് ചെയ്തതുപോലെ നടന്നില്ല. ബിക്കോസ് ഗോപികൾ കാണിക്കുന്ന സ്നേഹത്തിന് ഭഗവാനെ കൊണ്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭംഗമായി പോയി. അവിടെ ആ പ്രോമിസ് വന്നിട്ട് ബ്രോക്കൺ ആയിപ്പോയി അവിടെ. ഇപ്പൊ നമുക്ക് 180 വായിക്കാം. നപാരയേഹം നിരവദ്യ സംയുജാം സ്വസാധു കൃത്യം വിബുധായുഷാപ്യപാം യാ മാ ഭജം ദുർജയ ഗേഹ ശൃംഖലാ സംവൃശ്യ തദ്വാ പ്രതിയാതു സാധുനാം. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ ഗോപികമാരെ, നിങ്ങളുടെ നിഷ്കളങ്കമായ സേവനത്തിനുള്ള കടം വീട്ടാൻ ബ്രഹ്മാവിന്റെ ഒരായുഷ്കാലത്തിനുള്ളിൽ പോലും എനിക്കാവില്ല. എന്നോടുള്ള നിങ്ങളുടെ ബന്ധം തിരസ്കരിക്കാൻ കഴിയാത്തതാണ്. ഛേദിക്കാൻ പ്രയാസമേറിയ എല്ലാ ഗാർഹിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ ആരാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ സ്തുത്യർഹമായ പ്രവർത്തികൾ തന്നെ നിങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകം 10:32-22 ഗോപികമാരുടെ വിരഹഗാനം ശ്രവിച്ചതിനെ തുടർന്ന് വീണ്ടും പ്രത്യക്ഷനായ ശ്രീകൃഷ്ണ ഭഗവാനാൽ പറയപ്പെട്ടതാണ്. ഹരേ കൃഷ്ണ. ഗോപിമാരുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഐ എം അൺഏബിൾ ടു റീപേ ദ ഡെറ്റ് ഫോർ യുവർ സ്പോട്ട്ലെസ് സർവീസ് ഈവൻ വിത്തിൻ ദ ലൈഫ് ടൈം ഓഫ് ബ്രഹ്മാവിന്റെ ഒരു കാലം ഇരുന്നാലും എനിക്ക് നിങ്ങൾക്കുള്ള കടപ്പാട് എനിക്ക് തീർക്കാൻ പറ്റില്ല. അത്ര ഒരു ഇതായിട്ട് എല്ലാ 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 ബന്ധനങ്ങളും നിങ്ങൾ ബ്രേക്ക് ചെയ്തു. സോ എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഗോപികളുടെ സ്നേഹം അങ്ങനെയായിരുന്നു. നമുക്കിത് വായിക്കുമ്പോ ഇവരുടെ സ്റ്റോറി കൃഷ്ണനെ വന്നിട്ട് തലവേദന വരുന്നു പറഞ്ഞപ്പോ പറയില്ലേ, ഗോപിമാരുടെ പാദധൂളി എടുത്തിട്ട് വാ, അത് വന്നിട്ട് അപ്ലൈ ചെയ്താലേ അവരുടെ തലവേദന മാറുള്ളൂ എന്ന് പറയുമ്പോ ഗോപിമാരുടെ പ്യുവർ ഡിവോട്ടിയുടെ ഡസ്റ്റ് കിട്ടിയാലേ അത് അപ്ലൈ ചെയ്താലേ വന്നിട്ട് അവരുടെ തലവേദന മാറുള്ളൂ എന്ന് പറയുമ്പോ ദ്വാരക റാണികൾ പട്ടമഹിഷികളും റാണിമാരെല്ലാം അയ്യോ അതെങ്ങനെ ചെയ്യാൻ പറ്റും, നാരദമുനി താങ്കൾ വലിയ ഭക്തനല്ലേ, വൈ ഡോണ്ട് യു ഗിവ് യുവർ ഓൺ ലോട്ടസ് ഫീറ്റ് ഡസ്റ്റ് തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭഗവാനെ ഞാൻ നരകത്തിൽ പോകല്ലോ, ഞാൻ അതെങ്ങനെ പറ്റും, അത് എത്രയും വലിയ പാപമല്ലേ എന്ന് റാണിമാരും നാരദ മഹർഷിയും എല്ലാരും അങ്ങനെ വിചാരിക്കുമ്പോ കൃഷ്ണൻ എങ്ങനെയുണ്ട് എന്ന് പോയി കേട്ട ഉടനെ ഗോപിമാർ വന്നിട്ട് കൃഷ്ണന് തലവേദനയാ, താങ്കൾ ഒന്നും ചെയ്തില്ല, അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല, എടുത്തോളൂ, അത് ഡസ്റ്റ് ആണോ, എടുത്ത് പാദത്തിൽ നിന്ന് ചുരണ്ടി എല്ലാ മഡും അവർ വന്നിട്ട് ഡസ്റ്റും അവർ കളക്ട് ചെയ്ത് കൊടുക്കും. നരകത്തിൽ പോവില്ലേ, പോയാൽ കുഴപ്പമില്ല, കൃഷ്ണന്റെ തലവേദന മാറണം. അത് അവർക്ക് അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് അവിടെ അവർക്ക് ചിന്തയേ ഇല്ല. അവർ എന്ത് ചെയ്താലും ഇത് കൃഷ്ണന് സുഖം കൊടുക്കണം, ഇത് കൃഷ്ണന് സന്തോഷം കൊടുക്കണം. അത് മാത്രമായിരുന്നു ഈ ഗോപിമാരുടെ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് വേദനയും എന്ത് നരകവോ എന്തായാലും അവര് എടുക്കാൻ വന്ന് തയ്യാറായിരുന്നു. അപ്പൊ ഇത് വായിക്കും. അപ്പൊ ഭഗവാൻ പറയുന്നു, ഇതുപോലെ സേവ ചെയ്യുന്നവർക്ക് ഞാൻ എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും? യു പ്ലീസ് therefore please let your own glorious deeds be your compensation. നിങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്താണ്? കണ്ടിന്യൂ ദിസ് ഭക്തി, ഈ പ്രേമ ഭക്തി തന്നെ കണ്ടിന്യൂ ചെയ്യൂ. എനിക്ക് വേറെ നിങ്ങൾക്ക് കൊടുക്കാൻ വേറെ ഒന്നുമേ ഇല്ല. നിങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ട് എന്താ പറയാ, ഐ എം ഇൻഡെപ്റ്റഡ് ബിഫോർ യു, ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു. നിങ്ങളുടെ പ്രേമത്തിന് മുമ്പ് ഞാൻ തോറ്റുപോയി. അതാ പറയുന്നത്. ദാറ്റ് പ്രോമിസ് ഇതിൽ വന്നിട്ട് യഥാമാം പ്രപദ്യന്തെ താംസതൈവ ഭജാമ്യഹം, ഞാൻ സറണ്ടർ ചെയ്ത പോലെ റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ ഗോപികളുടെ കാര്യത്തില് ഗോപിമാർ ചെയ്യുന്ന സേവയ്ക്ക് ഭഗവാനെ കൊണ്ട് തിരിച്ച് അത്രയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ വന്നിട്ട് അവിടെ വന്നിട്ട് സറണ്ടർ ആയി, എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നുമേ ഇല്ല, അതുകൊണ്ട്
ഈ ഭക്തിയുഗ സേവനത്തിൽ തന്നെ വളരെ സന്തോഷ ആയിക്കോളൂ, ഇത് തന്നെ ദ ഗ്രേറ്റസ്റ്റ് എഫേർട്ട് എന്ന് പറഞ്ഞു. സോ ശില പ്രഭുപാദിന്റെ മെർസി കൊണ്ട് ഇതെല്ലാം അറ്റ്ലീസ്റ്റ് കേൾക്കാനും വായിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ആചാര്യന്മാരുടെ കൃപ കൊണ്ട് നമുക്ക് ഇതെല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട്. പല വിഷയങ്ങളും വന്നിട്ട് നമ്മുടെ റിയലൈസേഷന്റെ അപ്പുറവാ ഉള്ളത്, നമ്മുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇല്ല. എന്നാലും ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ പ്യൂരിഫൈ ആവും എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു സർവീസ് ആയിട്ട് ഇത് വായിക്കുകയാണ്. സോ ഇതോടെ കൂടെ ഇന്നത്തെ റീഡിംഗ് വന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ആക്കാം 180 വേഴ്സില്. സോ താങ്ക് യു മാതാജി എനിക്ക് വായിച്ചതിന്. മാതാജിയുടെ പേരെന്താണ് മാതാജി? വിഷ്ണുപ്രിയ വിനീത ദേവിദാസ്. വിഷ്ണുപ്രിയ മാതാജി. താങ്ക് യു വിഷ്ണുപ്രിയ മാതാജി. താങ്ക് യു സോ രണ്ട് മച്ച്. വിഷ്ണുപ്രിയ ഉണ്ട് കേട്ടോ മാതാജി. ഓ ആണോ? ഞാൻ വന്നിട്ട് വിഷ്ണുപ്രിയ വിനീത. ഓ ഓക്കെ. താങ്ക് യു വിഷ്ണുപ്രിയ വിനീത മാതാജി. മാതാജി ഞാൻ കണ്ടിട്ടുണ്ട്, മാതാജിക്ക് എന്നെ അറിയാം, നമ്മളിവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, പേരിൽ അറിയുന്നില്ല. ട്രിവാൻഡ്രം വന്നപ്പോ കണ്ടിട്ടുണ്ട്. താങ്ക് യു മാതാജി. മാതാജി കൊടുങ്ങല്ലൂര് വന്നിട്ട് നമ്മള് കണ്ടത്. ഓ കൊടുങ്ങല്ലൂർ കണ്ടിട്ടുണ്ടോ? മറ്റേ പ്രഭുവിന്റെ ഏതാണ് പ്രഭുവിന്റെ പേര് എനിക്ക് കിട്ടിയില്ല. ഇരിഞ്ഞാലക്കുടയിലെ ഒരു പ്രഭുവിന്റെ അവിടെ വന്നില്ലേ? അവിടെ വെച്ചിട്ട്. ഓക്കെ ഇരിഞ്ഞാലക്കുട വന്നിട്ടുണ്ട്. കൽപ്പതരു പ്രഭു. കൽപ്പതരു പ്രഭുവിന്റെ പ്രഭു മാതാജി ഇവിടെ വന്നപ്പോ അവിടെ ഭാഗവതം ക്ലാസ്. അതെ തന്നെ. താങ്ക് യു മാതാജി. സോ വൈഷ്ണവാസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തെങ്കിലും സജഷൻസോ ഇല്ല റിയലൈസേഷൻസോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ദിവ്യശ്രീ മാജി. എനിക്ക് ടെമ്പിളില് ഭഗവാന്റെ കുക്കിംഗ് സേവയാണ് സാറ്റർഡേ, 2 സാറ്റർഡേ മന്ത്ലി. അതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ പറ്റാത്തത്, ക്ഷമിക്കണം മാജി. നെക്സ്റ്റ് സാറ്റർഡേ ഫ്രീ ആണ് മാജി. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച സർവീസ് ഉണ്ടായിരുന്നു മാജി. സോറി. നോ പ്രോബ്ലം മാതാജി, നോ പ്രോബ്ലം. ഞാൻ ഇംഗ്ലീഷ് വായിച്ച് എനിക്ക് അത്രയ്ക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. മാജി താങ്ക് യു മാജി. ടൈംലി ഹെൽപ്പ് ചെയ്യുന്നതിന് വളരെ നന്ദി മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എനിക്ക് ഒരു സേവ തന്നതിന് മാതാജി താങ്ക് യു. ഹരേ കൃഷ്ണ. സത്യമേത പ്രഭുണ്ട്. പ്രണാം പ്രഭുജി. സത്യമേത പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യാം മാതാജി ഇതോടെ കൂടെ. ഹരേ കൃഷ്ണ. സോ എല്ലാ വൈഷ്ണവന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. പഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय, गौरांग भक्त वृंद की जय, जगत गुरु श्रील प्रभुपाद की जय। कृष्ण।